നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മലയാള മാസത്തിലെ 1-ാം തീയതി. നമ്മൾ സാധാരണ എല്ലാ മാസത്തിലെ 1-ാം തീയതിയും, അതായത് ഇംഗ്ലീഷ് മാസത്തിലെ 1-ാം തീയതി ആണെങ്കിലും ഇനി മലയാള മാസത്തിലെ 1-ാം തീയതി ആണെങ്കിലും ഓരോ ചില സ്വിച്ച് വേർഡുകൾ ചൊല്ലുവാനായിട്ട് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു മാസം മുഴുവൻ ചൊല്ലേണ്ട സ്വിച്ച് വേർഡിനെ കുറിച്ചും, അല്ല നമുക്ക് എപ്പോഴെല്ലാം നമുക്ക് പണ ആവശ്യങ്ങളുണ്ടോ ആ സമയത്തെല്ലാം ചൊല്ലേണ്ട സ്വിച്ച് വേർഡുകളെ കുറിച്ചുമെല്ലാം തന്നെ ആത്മീക യാത്ര എന്ന നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുപ്രകാരം ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് നാളെ രാവിലെ 1-ാം തീയതി ഉണർന്ന ഉടൻ തന്നെ നമ്മൾ ചൊല്ലേണ്ട ആദ്യത്തെ വാക്കിനെ കുറിച്ചാണ്. നമ്മൾ ഇത് പൂർണ്ണമായും പണ ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി ചൊല്ലുന്ന ഒരു വാക്കാണ്. നിത്യവും ഈ വാക്ക് ചൊല്ലിയാലും, അതുപോലെ തന്നെ നമുക്ക് എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ അപ്പോഴെല്ലാം ഈ വാക്ക് ചൊല്ലിയാലും 100-ൽ 100% ഫലം തന്നെയാണ് നമ്മളെ തേടിയെത്തുന്നത്. പക്ഷേ 1-ാം തീയതി രാവിലെ ഉണർന്ന ഉടൻ തന്നെ കണ്ണുകൾ തുറന്ന് നമ്മൾ ശാന്തമായ മനസ്സോടുകൂടി ഈ ഒരു വാക്ക് 51 തവണ, നമ്മൾ എണ്ണം കൃത്യമായിട്ട് കണക്കിലെടുത്തുകൊണ്ട് 51 തവണ ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ പണ തടസ്സങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കും. നമ്മളെല്ലാവരും തന്നെ പണം നമ്മളിലേക്ക് തടസ്സമില്ലാതെ വന്നു ചേരണം, നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണം, ഈ ഒരു വർഷമെങ്കിലും നമ്മുടെ കടങ്ങളെല്ലാം പരിപൂർണമായും മാറിക്കിട്ടണം, ആരോടും 10 രൂപയ്ക്ക് നമ്മൾ കയ്യേന്തി നിൽക്കാതെ നമ്മൾ തന്നെ സെൽഫായിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും പണം ഉണ്ടാകുവാനായിട്ട് ശ്രമിക്കണം എന്നിങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഈ 2026 എന്ന ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളെല്ലാവരും തന്നെ മനസ്സിൽ കരുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ബാക്കി എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് നേരിടുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ പണം എന്നുള്ള ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടും? എത്ര ശ്രമിച്ചിട്ടും പണം നമ്മുടെ കൈകളിൽ തങ്ങി നിൽക്കുന്നില്ലല്ലോ. എത്ര തന്നെ കാര്യങ്ങൾ നമ്മൾ ചിലവുകൾ ചുരുക്കി നോക്കിയാലും നമ്മുടെ കയ്യിൽ 10 രൂപ നിൽക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഈ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം കൊണ്ടും നമ്മുടെ മനസ്സിൻ്റെ കോൺഫിഡൻറ്റ് ലെവൽ കൊണ്ടും നമുക്ക് പണത്തെ ആകർഷിച്ചെടുക്കുവാൻ സാധിക്കും. ഇത് പറയുമ്പോൾ ചിലർക്കെങ്കിലും സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു കാര്യമാണ്, ഈ ഒരു വാക്കിലൂടെ നമുക്ക് ആവശ്യമായ പണത്തെ നേടിയെടുക്കുവാൻ സാധിക്കുമോ എന്ന്. പണം എന്നുള്ള ഒന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയിലൂടെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. പലരും പല മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളിലൂടെയും സ്വന്തമായിട്ട് വീട്, കാറ്, തൊഴിൽ എന്നിവയെല്ലാം നേടിയെടുത്തു കഴിഞ്ഞു. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് പണത്തെ നേടിയെടുക്കുവാൻ എന്താണ് പ്രയാസം? നമ്മൾ ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ സ്വിച്ച് വേർഡുകളിലും മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളിലും വിശ്വസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തിനെ മുൻനിർത്തിക്കൊണ്ടാണോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആ കാര്യം നമ്മുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോകൾ നമ്മുടെ കണ്ണിലേക്ക് വന്ന് പെടുവാനും ഏഞ്ചൽ നമ്പറുകൾ ഇടയ്ക്കിടെ കാണുവാനും ഈ പ്രപഞ്ചശക്തിയെക്കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെക്കുറിച്ചും കൂടുതൽ അടുത്തറിയുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ പറയുന്നത്, നമ്മൾ എത്രമാത്രം നമ്മുടെ ആഗ്രഹങ്ങളോട് അടുത്തു ചേർന്ന് നിൽക്കുന്നുവോ അത്രയും വേഗതയിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളതൊന്ന് എന്താണ്? പണം തന്നെയാണ്. ആ പണത്തെ എങ്ങനെ നമുക്ക് ആകർഷിച്ചെടുക്കാം, അതെങ്ങനെ നമ്മുടെ കൈകളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ ഉണർന്ന ഉടൻ തന്നെയാണ് അധികവും ഈ ഒരു വാക്ക് നമ്മൾ ചൊല്ലേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ദിവസവും പറയുകയാണെങ്കിലും ഇതുപോലെ തന്നെ രാവിലെ ഉണർന്ന ഉടൻ ചൊല്ലുകയാണെങ്കിൽ അതിവേഗതയിൽ ഫലം വരും. ഇനി അഥവാ ഇതുപോലുള്ള 1-ാം തീയതി, അതുപോലെ വെള്ളിയാഴ്ച, ഇങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളിലാണ് ഞാൻ ചൊല്ലുന്നത് എന്നുണ്ടെങ്കിലും ഇതുപോലെ രാവിലെ ഉണർന്ന ഉടൻ തന്നെ ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ പണം വരുമോ എന്നുള്ള സംശയമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക. 11 ദിവസം തുടർച്ചയായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞ പോലെ 51 പ്രാവശ്യം വീതം രാവിലെ ഉണർന്നതും വേറെ ഏത് വാക്കുകളും നമ്മൾ പറയാതെ തന്നെ ഈ ഒരു വാക്ക് നിങ്ങൾ തുടർച്ചയായി ചൊല്ലി നോക്കുക. തീർച്ചയായിട്ടും 11 ദിവസത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം വന്നു ചേരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറയുവാൻ പോകുന്ന ആ വാക്ക് എന്ന് പറയുന്നത് ഇതാണ്: മണി ഈസ് ഓൾവേസ് അവൈലബിൾ ടു മീ. മണി is always available to me. Money
ഈസ് ഓൾവേസ് അവൈലബിൾ ടു മീ എന്നുള്ള ഈ വാക്കാണ് നമ്മൾ തുടർച്ചയായിട്ട് 51 ദിവസം അതിരാവിലെ എപ്പോഴാണോ എണീക്കുന്നത് ആ ഒരു സമയത്ത് തുടർച്ചയായിട്ട് ചൊല്ലുക എന്ന് ഞാനിവിടെ എടുത്തു പറയുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ ഉടൻ ചൊല്ലുമ്പോൾ മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഉണർന്ന ഉടൻ തന്നെ നമ്മുടെ അഫർമേഷൻ നോട്ട് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ നോട്ട് എടുത്ത് അല്ലെങ്കിൽ ഒരു പഴയ ഏതെങ്കിലും ഡയറിയോ ഇനി പുതിയതാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറിയോ എടുത്ത് നമ്മൾ 51 പ്രാവശ്യം കോൺസെൻട്രേഷനോടുകൂടി നമുക്ക് എത്രമാത്രം പണം ആവശ്യമാണോ അത്രയും പണം നമ്മളെ തേടി വരുന്നുണ്ട് എന്ന് പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു വാക്ക് നമ്മൾ എഴുതാവുന്നതാണ്. എഴുതുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമ്മുടെ ആവശ്യമായ പണത്തിൻ്റെ തുകയിലേക്ക് മാത്രമായിരിക്കണം. ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കഴിവതും നമുക്ക് എത്ര പണമാണ് ആവശ്യം എന്നുള്ള കാര്യം മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നിറവേറി കിട്ടും. ഇനി അഥവാ നമുക്ക് ഒരു ദിവസത്തെ കാര്യമല്ലല്ലോ, നമുക്കൊരു മാസം മുഴുവൻ അല്ലെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് ഇത്ര രൂപ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ തുക തന്നെ മനസ്സിൽ കരുതിക്കൊണ്ട് ഇത് എഴുതാവുന്നതാണ് അല്ലെങ്കിൽ പറയാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ നാളെ അല്ലെങ്കിൽ തുടർച്ചയായ 11 ദിവസം അല്ലെങ്കിൽ ദിവസവും ചൊല്ലി നോക്കുക. പണം നമ്മളെ തേടി വരുന്നതായിരിക്കും. പണം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടി നമ്മൾ ചോദിക്കേണ്ട കാര്യമല്ല, വളരെ എളുപ്പത്തിൽ നമ്മളിലേക്ക് വന്നു ചേരുവാൻ തയ്യാറായി നിൽക്കുന്ന ഒന്നാണ് ഈ പണം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഏതു കാര്യങ്ങളും ചോദിക്കുന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ മാത്രമേ അത് നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ എന്തിനെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് ആ കാര്യം നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ ഇതെല്ലാം വെറുതെയാണ്, മാനിഫെസ്റ്റേഷൻ മെത്തേഡ് വെറുതെയാണ്, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലൊന്നും എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾ ഒരു ഐസ്ക്രീം കഴിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റിനോട് അതിയായ താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് നേരം ചിന്തിക്കുകയും അതിനു വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് അത് നിങ്ങളുടെ കൈകളിൽ എത്തുന്നത് പോലെയും അത് നിങ്ങൾ ആസ്വദിച്ച് കഴിക്കുന്നത് പോലെയും ആ ഒരു ടേസ്റ്റ് നിങ്ങളുടെ നാവിൽ നിൽക്കുന്നത് പോലെയും എല്ലാം നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴേക്കും തന്നെ ആ ആഗ്രഹിച്ച കാര്യം അല്ലെങ്കിൽ സാധനം എന്താണോ അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അങ്ങനെയാകുമ്പോൾ ചെറിയ ഒരു ഐസ്ക്രീമിൻ്റെയോ ഒരു ബിസ്ക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റിൻ്റെയോ കാര്യത്തിൽ പോലും ഈ പ്രപഞ്ചം നമുക്ക് പിശുക്ക് കാണിക്കാതിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ പണത്തെ മാത്രം നമ്മൾ എന്തുകൊണ്ടാണ് കിട്ടില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത്? കിട്ടില്ല അല്ലെങ്കിൽ നമുക്കതില്ല അല്ലെങ്കിൽ പണം നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ള ഈ ഇല്ല എന്നുള്ള നെഗറ്റീവ് വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും എപ്പോൾ നമ്മൾ ഒഴിവാക്കുന്നുവോ അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം വന്നു ചേരുകയുള്ളൂ. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ്. ഇല്ല, കടം, അതുപോലെ തന്നെ എനിക്കതിനുള്ള ഭാഗ്യമില്ല എന്നിങ്ങനെയുള്ള വാക്കുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ തുടച്ചു മാറ്റുക. പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എനിക്കത് കിട്ടും, ഞാൻ പ്രപഞ്ചത്തോട് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ ഇരിക്കാതെ നമുക്കത് നേടിയെടുക്കുവാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ വിജയം എന്ന് പറയുന്നത് ഒരുപാട് ദൂരെയില്ല, നമ്മുടെ അടുത്തു തന്നെയുണ്ട്. പക്ഷെ നമ്മളത് അടുത്തുണ്ടായിട്ട് പോലും അതിനെ ദൂരെ എല്ലാം തിരിയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണിൽ അത് കാണുവാൻ സാധിക്കുമോ? ഇല്ല. നമ്മുടെ കൂടെ തന്നെയുള്ള സാധനത്തെ നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം പ്രയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കും നമ്മുടെ ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ ഈ വാക്ക് 51 പ്രാവശ്യം ചൊല്ലി നോക്കൂ. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, സ്വിച്ച് വേർഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.